വെൽക്കം ടു ക്ലാസിക് കേരള PC. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ സീരീസുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ എല്ലാ ചോദ്യങ്ങളും ഈ ഒരു വീഡിയോ സീരീസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി ടോപ്പിക്ക് വൈസ് കവർ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. കുറഞ്ഞ സമയം കൊണ്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായ ഒരു വഴിയാണ് PSC മുൻകാലങ്ങളിൽ ഈ ഭാഗത്തുനിന്ന് ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസിലെ എല്ലാ ക്ലാസ്സുകളും തുടർന്നും കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് ആരാണ്? ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം 1, 4 ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടാകുന്നു. 1, 4 ആയിട്ട് വരുന്നത് A ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. Bയിൽ വേറെയാണ്, Cയിൽ വേറെയാണ്, Dയിൽ വേറെയാണ്. അപ്പോൾ A ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ A ആണ് ഇവിടെ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് നോക്കാം. ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. എന്നാണ് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് സ്ഥാപിക്കുന്നത്? 1828 ഓഗസ്റ്റ് 20-നാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് എന്നാണ്. 1828 ഓഗസ്റ്റ് 20 ഡേറ്റ് ഉൾപ്പെടെ പഠിച്ചു വച്ചേക്കണം. രണ്ടാമതായിട്ട് തന്നേക്കുന്നത് ആര്യസമാജമാണ്. ആര്യസമാജം സ്ഥാപിക്കുന്നത് ആരാണ്? ആര്യസമാജം സ്ഥാപിക്കുന്നത് ദയാനന്ദ സരസ്വതിയാണ്. ആരാണ്? ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം സ്ഥാപിക്കുന്നത്. ഇത് സ്ഥാപിച്ച വർഷവും കൂടി പഠിച്ചു വച്ചേക്കണം. 1875-ലാണ് ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്ഥാപിക്കുന്നത് എന്നാണ്. 1875. മൂന്നാമതായിട്ട് തന്നേക്കുന്നത് പ്രാർത്ഥനാ സമാജമാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിക്കുന്നത് ആത്മാറാം പാണ്ഡുരംഗയാണ്. ആരാണ്? ആത്മാറാം പാണ്ഡുരംഗെ. അതുപോലെ ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നത് കേശവ ചന്ദ്ര സെന്നാണ്. ആരാണ്? കേശവ ചന്ദ്ര സെന്നാണ് ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നത്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷവും കൂടി നോക്കി വെച്ചോ. 1867 എന്നാണ്. 1867. PSC മുൻകാലങ്ങളിൽ ചോദിച്ച ഡേറ്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്കിപ്പ് ചെയ്യാതെ ഈ ഡേറ്റ് ഉൾപ്പെടെ പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിക്കോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ഏത്? അവസാനത്തെ ബഹുജന സമരമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധിജിയുടെ അവസാനത്തെ ബഹുജന സമരമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം കൂടി നോക്കി വെച്ചോ. 1942 എന്നാണ്. 1942-ലാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? 1942 ഓഗസ്റ്റ് 9-ആണ് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. ഓഗസ്റ്റ് 9. ഈ ഡേറ്റുകൾ പറയുന്നതെല്ലാം PSC ചോദിച്ചിട്ടുള്ളതാണ്. എഴുതിയിട്ട് തന്നെ പഠിച്ചേക്കണം. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ സമരമാണ് നിസ്സഹകരണ സമരം. ഏതാണ്? ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ സമരം നിസ്സഹകരണ സമരവും, രണ്ടാമത്തത് നിയമലംഘന പ്രസ്ഥാനവും, മൂന്നാമത്തത് ക്വിറ്റ് ഇന്ത്യ സമരവും. എങ്ങനെയാണ്? ആദ്യത്തത് നിസ്സഹകരണ സമരം, രണ്ടാമത്തത് നിയമലംഘന പ്രസ്ഥാനം, മൂന്നാമത്തതാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ 3 ദേശീയ പ്രസ്ഥാനങ്ങളെ ഗാന്ധിജി നയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ സമരം നിസ്സഹകരണ പ്രസ്ഥാനമാണെന്ന് നമ്മൾ പറഞ്ഞ്. ഇതുമായിട്ട് കൺഫ്യൂഷൻ വരുന്ന വേറൊരു കാര്യം നോക്കിക്കോ. ഗാന്ധിജിയുടെ ആദ്യത്തെ പ്രാദേശിക സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. എങ്ങനെയാണ്? ആദ്യത്തെ പ്രാദേശിക സമരം ചമ്പാരൻ സത്യാഗ്രഹവും ദേശീയ സമരം നിസ്സഹകരണ സമരവുമാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത് 1917-ലാണ് എന്നാണ്. 1917-ലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. അതുപോലെ എവിടെ വെച്ചാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്? ബീഹാറിലാണ്. എവിടെയാണ്? ബീഹാറിലാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവിനെയും ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവിനെയും കൂടി പഠിച്ചു വച്ചേക്കാം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയും ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവാണ് ലിയോ ടോൾസ്റ്റോയ്. എങ്ങനെയാണ്? രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയും
ആത്മീയ ഗുരുവായിട്ട് പഠിക്കുന്നത് ലിയോ ടോൾസ്റ്റോയിയുമാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആരെന്നറിയാവോ? ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് സി രാജഗോപാലാചാരി. ആരാണ്? സി രാജഗോപാലാചാരിയാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ഇന്നത്തെ മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. സാന്താൾ കലാപം നടന്ന വർഷമാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സാന്താൾ കലാപം നടന്ന വർഷമാണ് ഓപ്ഷൻ ബി 1855 മുതൽ 1856 വരെ എന്നാണ്. 1855 മുതൽ 56 വരെയാണ് സാന്താൾ കലാപം നടക്കുന്നത്. സാന്താൾ കലാപത്തിൽ പങ്കെടുത്ത പ്രധാന നേതാക്കളെക്കുറിച്ച് PSC ചോദിച്ചിട്ടുണ്ട്. സാന്താൾ കലാപത്തിൻ്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? സിദ്ധുവും കാനുവും. ആരൊക്കെയാണ്? സിദ്ധു, കാനു. സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത ചോദ്യം നോക്കിക്കോ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബേസ് കാര്യമാണ്. ഓപ്ഷൻ സി ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടന്നൊരു പ്രദേശമാണ് ബംഗാൾ മേഖല. നമ്മുടെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത് ബംഗാളിലാണ്. അതുപോലെ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന എഴുതുന്നതും ഒരു ബംഗാളി സാഹിത്യകാരനായ രവീന്ദ്രനാഥ് ടാഗോറാണ്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ദേശീയപരമായി ഒരുപാട് കാര്യങ്ങൾ ബംഗാൾ മേഖലയിൽ നടന്നിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി ബംഗാൾ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സിമ്പിളായ ചോദ്യമാണ്. ഓപ്ഷൻ ബി സി ശങ്കരൻ നായരാണ് INCയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ഏക മലയാളി. അപ്പോൾ PSC ചോദിക്കും, ഏത് വർഷമാണ് സി ശങ്കരൻ നായർ INCയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചതെന്ന്. ഏത് വർഷമാണ്? 1897 എന്നാണ്. 1897. അതിൻ്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം 1897 INC സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? അമരാവതിയാണ്. ആന്ധ്രാപ്രദേശിലെ അമരാവതിയല്ല, മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ വെച്ചാണ് 1897 INC സമ്മേളനം നടക്കുന്നത്. എവിടെയാണ്? അമരാവതി. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന വർഷം എന്നാണ്? 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നത് എന്നാണ്. 1885 ഡിസംബർ 28. ആദ്യ സമ്മേളനം നടക്കുന്നത് ബോംബെയിൽ വെച്ചാണ്. എവിടെ വെച്ചാണ്? ബോംബെയിൽ വെച്ചാണ് ആദ്യ സമ്മേളനം നടക്കുന്നത്. അതുപോലെ ബോംബെ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിക്കുന്നത് WC ബാനർജിയാണ്. ആരാണ്? WC ബാനർജിയാണ് 1885 ബോംബെ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിക്കുന്നത്. ഒരു കാര്യം കൂടി നോക്കി വെച്ചോ. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ എണ്ണമാണ് 72. എത്ര പേരാണ്? 72 പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. INC ഒക്കെ PSC സ്ഥിരം ചോദിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ സ്പെഷ്യലായിട്ടൊരു ക്ലാസ് തന്നെ നമുക്കിതിനെക്കുറിച്ച് എടുക്കാം. അടുത്ത ചോദ്യം നോക്കിക്കോ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത് 1857 മെയ് 10. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. 1857 മെയ് 10. അതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്ന സ്ഥലം എവിടെയാണ്? മീററ്റ്. എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്ന മറ്റ് പേരുകൾ നമുക്ക് നോക്കാം. 1857 കലാപം, അതുപോലെ ചപ്പാത്തി വിപ്ലവം എന്നൊക്കെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെട്ട്. എങ്ങനെയൊക്കെയാണ്? 1857 കലാപമെന്നും ചപ്പാത്തി വിപ്ലവമെന്നും. 1857 കലാപത്തെ ചപ്പാത്തി വിപ്ലവം എന്ന് വിളിക്കാൻ വേറൊരു കാരണമുണ്ട്. 1857 കലാപത്തിൻ്റെ രഹസ്യ മുദ്രയായിരുന്നു ചപ്പാത്തിയും ചുവന്ന താമരയും. ഏതൊക്കെയാണ്? ചപ്പാത്തിയും ചുവന്ന താമരയുമായിരുന്നു 1857 കലാപത്തിൻ്റെ രഹസ്യ മുദ്ര. ഒരു കാര്യവും കൂടി നോക്കാം. 1857 കലാപത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നെന്ന്. ആരാണ്? മംഗൾ പാണ്ഡെയാണ് 1857 കലാപത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. ഇതും കൂടി നോക്കി വെച്ചേക്ക്. അടുത്ത ചോദ്യം നോക്കിക്കോ.
ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 9, 1942 ഇവിടെ ശരിയായ ഉത്തരം. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഓഗസ്റ്റ് 9, 1942. ക്വിറ്റ് ഇന്ത്യ സമര നായകനാണ് ജയപ്രകാശ് നാരായണൻ. ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണനും ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫ് അലിയും. ആരൊക്കെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണനും സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയും. ക്വിറ്റ് ഇന്ത്യ സമയത്തെ ഗാന്ധിജിയുടെ മുദ്രാവാക്യമായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. എങ്ങനെയാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നായിരുന്നു ഗാന്ധിജിയുടെ മുദ്രാവാക്യം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഏതാണ്? കീഴരിയൂർ ബോംബ് കേസാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? സിമ്പിളായ ചോദ്യമാണ്. SCERT തന്നേക്കുന്ന കാര്യമാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി അംഗീകരിച്ച ആദ്യത്തെ വിദേശിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. എങ്ങനെയാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ് ആദ്യമായി ഭാരതരത്ന ലഭിക്കുന്ന വിദേശി. ഏത് വർഷമാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാന് ഭാരതരത്ന നൽകുന്നത്? 1987 എന്നാണ്. 1987. അടുത്ത ചോദ്യം നോക്കിക്കോ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ഓപ്പറേഷൻ വിജയ് എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ്? ഓപ്പറേഷൻ വിജയ്. അപ്പോൾ ഓപ്പറേഷൻ വിജയ് നടക്കുന്ന വർഷം എത്രയാണ്? 1961 ഓപ്പറേഷൻ വിജയ് നടക്കുന്നത് എന്നാണ്. 1961. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റൊരു ഡേറ്റ് കൂടി പഠിക്കാം. 1961 ഡിസംബർ 19 ഗോവ വിമോചന ദിനം എന്നാണ്. 1961 ഡിസംബർ 19. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിക്കോ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? സിമ്പിളായ ചോദ്യമാണ്. ഓപ്ഷൻ എ ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണെന്ന്. ഇതിൻ്റെ കൂടെ നമ്മൾ ഓർത്തിരിക്കണം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളെ കൂടി. ആരൊക്കെയായിരുന്നു? ഫസൽ അലി, HN കുൻസ്രു, അതുപോലെ സർദാർ KM പണിക്കർ. ആരൊക്കെയാണ്? ഫസൽ അലി, HN കുൻസ്രു, അതുപോലെ സർദാർ KM പണിക്കരും. ഈ KM പണിക്കർ മലയാളിയായിരുന്നു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുന്ന വർഷമാണ് 1953 എന്നാണ്. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുന്നത്. സംസ്ഥാന പുനഃസംഘടന നിയമം നിലവിൽ വരുന്നത് 1956 എന്നാണ്. 1956 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. എങ്ങനെയാണ്? ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1956 നവംബർ 1 കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. അപ്പോൾ നമ്മളിവിടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് 10 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഡിസ്കസ് ചെയ്തേക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള PSC.